ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു എളമ്പക്ക വറവ് ഉപ്പേരി എന്നൊക്കെ പറയും, അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. എളമ്പക്കക്ക് വേറെ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഒരു കല്ലുമ്മക്കായിൻ്റെ ഒക്കെ കൂട്ടത്തിൽ വരുന്നൊരു സാധനമാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതാണ് എളമ്പക്ക. ഇതിന് പല സ്ഥലങ്ങളിലെ പല പേരായിരിക്കും പറയുന്നത്. അതൊന്ന് കമൻറ്റ് ചെയ്യൂ ഫ്രണ്ട്സ്, എനിക്കറിയില്ല. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം ഇതിന് വേണ്ട സാധനങ്ങളും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ എളമ്പക്ക നന്നായി ക്ലീൻ ചെയ്ത് നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ: ഉള്ളി, ഒരു വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തത്, തേങ്ങ, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളിച്ചെണ്ണ, പൊടികളായിട്ട് മഞ്ഞൾ പൊടി, മുളക് പൊടി, ഉപ്പ്. മഞ്ഞൾപ്പൊടി മുളക് പൊടിയെല്ലാം ഒരു 1/4 ടീസ്പൂണാണ് എടുക്കുന്നത്. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളിയിട്ട് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികൾ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കി സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ, പച്ചമുളക്, ഇഞ്ചി ഇതുകൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് എളമ്പക്ക ചേർത്ത് കൊടുക്കുക. വൃത്തിയാക്കി വെച്ച എളമ്പക്ക ഇതിലേക്ക് ചേർത്തതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട, അത് വെന്ത് വരാൻ എളമ്പക്കയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളൂ. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അടച്ചു വെച്ച് വേണം കുക്ക് ചെയ്യാൻ. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പാകത്തിന് വെന്ത് കിട്ടും. ഇടയ്ക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും. ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. ഏകദേശം ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, പാകത്തിന് വെന്തും വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എളമ്പക്ക വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.